ഹായ് കൂട്ടുകാരെ, പതിവ് പോലെ നമുക്കിന്ന് ഉച്ചയൂണ് റെഡിയാക്കിയാലോ. ആദ്യം തന്നെ ഞാൻ റൈസ് കുക്കറിലോട്ട് അരി ഇറക്കി വയ്ക്കാനായിട്ട് അരി തിളപ്പിക്കുവാണേ. അത് തിളച്ച ശേഷം ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചപ്പോൾ നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയായിരുന്നേ. എല്ലാം കൂടെ ഉള്ള മീനാണ് കേട്ടോ. പല സൈസിലെ മീനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നമ്മുടെ റോഡിൽ വന്നതുകൊണ്ട് ഞാനങ്ങ് ചെന്ന് വാങ്ങി. അല്ലാതെ ഇനിയും മാന്നാറൊക്കെ പോയി മീൻ വാങ്ങിയിട്ട് വരാനായിട്ട് സമയമാകുമല്ലോ. അപ്പോൾ ഈ കിട്ടിയ മീനങ്ങ് വാങ്ങിയേ. അപ്പോൾ ഇതിലെ കൊച്ചു കൊച്ചു മീനൊക്കെ വറക്കാനായിട്ട് മീനൂന് ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് കറി വെക്കാമെന്നോർത്തു, കുറച്ച് വറക്കാമെന്ന് ഓർത്തേ. അങ്ങനെ ഞാൻ മീൻ വെട്ടി. നല്ല ഫ്രഷ് മീനായിരുന്നു, വെട്ടിയെടുക്കാനൊക്കെ നല്ല ഈസി ആയിരുന്നു കേട്ടോ. നല്ല വെട്ടിയെടുത്തപ്പോൾ നല്ല വൃത്തിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ എല്ലാ മീനും വെട്ടിയെടുത്തേ. പിന്നെ ചില മീനിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ പരിഞ്ഞലുണ്ടായിരുന്നു, കുഞ്ഞു പരിഞ്ഞൽ, ആ കൊച്ചു മീനിൻ്റെ അകത്ത്. പക്ഷെ പരിഞ്ഞലൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, അതൊക്കെ ഞാൻ കളഞ്ഞു. കുഞ്ഞതായിരുന്നു, ഉണ്ടോ അത്ര സൈസ് പരിഞ്ഞലേ. അങ്ങനെ എല്ലാ മീനും ഞാൻ വെട്ടി വൃത്തിയാക്കി ഞാൻ എടുത്തു. എന്നിട്ട് അതിൽ കുഞ്ഞതൊക്കെ വറക്കാമെന്ന് വെച്ചേ. കുറച്ച് വലിയ മീനൊക്കെ മുളക് കറിയും വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ തേങ്ങ അരച്ചിട്ടല്ല വെക്കുന്നത് കേട്ടോ, മുളകിട്ടാൽ. പക്ഷെ വറ്റിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ അരച്ച് കേട്ടോ ഇത്. ഞാൻ അങ്ങനെ വെച്ചില്ലേ. അപ്പം വറക്കാനായിട്ട് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇടണം. കുറച്ച് ഏറെ കുരുമുളക് പൊടി ഇടാം കേട്ടോ, കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നല്ലതല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ, ഞാൻ എല്ലാം മീൻ വറക്കുന്നതിനകത്ത് ഇച്ചിരി നാരങ്ങാനീര് ചേർക്കുവേ. ഇപ്പം നല്ല ചെറിയൊരു പുളിയൊക്കെ കിട്ടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അരച്ച് വരട്ടി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാവേ. എന്നിട്ട് മീൻ കൂട്ടാനുള്ളത് വന്ന് ഞാനിതിനെ പച്ചയ്ക്കാണ് ഇടുന്നത്, ഇന്ന് ഞാൻ വഴട്ടിയിട്ടല്ല വെക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കൊച്ചുള്ളി ഇട്ട്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേ. അതിനുശേഷം നമുക്കിതിന് ആവശ്യമുള്ള പുളിയും കൂടി ഇടാം. എന്നിട്ട് നമുക്കിതിന് വേണ്ട പൊടികൾ വന്ന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയാണ്. അതൊരു പാൻ വെച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കത് ചൂടാക്കിയെടുക്കാവേ. നല്ല അതിൻ്റെ ഒരു പച്ചമണം പോകുന്നിടം വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ പുകയില്ല വന്നിട്ട് ഒന്നും കാണുന്നില്ലായിരുന്നു വീഡിയോ എടുത്തപ്പം. എന്നിട്ട് നമുക്ക് മീനിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഈ മീനിൻ്റെ അകത്തോട്ട് തന്നെ എടുത്തിങ്ങനെ ഒഴിക്കാവേ. എണ്ണയൊന്നും ഇപ്പോഴും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ. എന്നിട്ട് നമുക്കിത് സ്റ്റവ് ഓണാക്കി അടച്ച് വെച്ച് നമുക്ക് അത് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ബാക്കി മീനൊന്നും അപ്പോഴത്തേക്കും മീനും കൂടെ റെഡി ആയിരിക്കുമല്ലോ ഫ്രിഡ്ജിൽ, അതും കൂടെ ഒന്ന് വറുത്തെടുക്കാമെന്ന് ഓർത്തേ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ ലോങ് വീഡിയോ ആണെന്ന് പറഞ്ഞ് ഇത് കാണാതിരിക്കല്ലേ, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഞാൻ അത്രയും മീനും ആ പാനിൻ്റെ അകത്ത് തന്നെ കുത്തി വെച്ചു വറക്കാനായിട്ട്. രണ്ടാമത് ഒന്ന് വറക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതിൽ തന്നെ ഞാൻ അങ്ങ് റെഡിയാക്കി എടുത്തു ഗൈസ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിൻ്റെ അകത്തിട്ടുണ്ട്, നല്ല മണമായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇത്രയും ഗ്രേവി ഇവിടെ വേണം കേട്ടോ. മീനൂന് ചാറെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് വറ്റിക്കാൻ പോയില്ല. ഇപ്പോഴാണ് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ചാൽ മതി. നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി. നല്ല മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. മീൻ വറുത്താൻ റെഡി ആയിരുന്നേ. അപ്പോൾ മീൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് പാവയ്ക്ക വെക്കാമെന്ന് ഓർത്ത്. പാവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പ്പായിരുന്നു. ഒരു 5-6 പ്രാവശ്യം ഞാൻ ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ പാവയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും, അല്ലാതെ ഞാൻ മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്കൊന്ന് വഴറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ പാവയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം. ഇതിലും വേണമെങ്കിൽ മുരിയണമെങ്കിൽ മുരിക്കാം, പക്ഷേ ഞങ്ങൾ മുരിച്ചില്ല കേട്ടോ. ഇത്രയും ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ഊണ് വിളമ്പാം നമുക്ക്. നല്ല ചോറും മീൻകറിയും മീൻ വറുത്തതും പാവയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മീൻകറിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്നാൽ എല്ലാവർക്കും ഓക്കെ, ടാറ്റാ.